ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തായിരുന്നു, കവർ ചെയ്തായിരുന്നു. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അത് നമ്മൾ പഠിച്ചത് അറേസ് എന്ന് പറയുന്ന ഒരു പുതിയ ഡേറ്റ ടൈപ്പിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. അപ്പോഴാ ചാപ്റ്ററിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴിനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങളുടെ മൂന്നാമത്തെ ചാപ്റ്ററായ ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഫങ്ഷൻ എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോഴേ എന്താണ് ഫങ്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അതിനകത്തൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. ആ കൺസെപ്റ്റിൻ്റെ പേരാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നൊരു കൺസെപ്റ്റ്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫങ്ഷൻ എന്തെന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഫങ്ഷൻ എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാവും. അപ്പോൾ എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു കോംപ്ലക്സ് ആയിട്ടൊരു ടാസ്ക് കിട്ടുകയാണ്, ഒരു വലിയ ടാസ്ക് കിട്ടുകയാണ്. അപ്പോഴങ്ങനെ ഒരു കോംപ്ലക്സ് ആയൊരു ടാസ്ക് കിട്ടുമ്പോഴത്തേക്ക് ആ ടാസ്കിനെ ആ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പം അവിടെ നമുക്ക് എന്തുണ്ടാവും, ചില ബുദ്ധിമുട്ടുകളുണ്ടാവും, അതായത് ചില കോംപ്ലക്സിറ്റികളുണ്ടാവും. അപ്പോഴങ്ങനെ ആ കോംപ്ലക്സിറ്റി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമുക്കത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നതിനും വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു ടാസ്കിനെ, ആ ഒരു കോംപ്ലക്സ് ടാസ്കിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് മാറ്റും. ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ഓരോ ടാസ്കിനെയും നമ്മൾ എന്ത് ചെയ്തെടുക്കും, സോൾവ് ചെയ്തെടുക്കും. ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണെന്ത്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ടാസ്ക് എടുക്കുമ്പോഴും, നിങ്ങളിപ്പോൾ ഒരു യൂത്ത് ഫെസ്റ്റിവൽ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചു, നിങ്ങളുടെ സ്കൂള് നിങ്ങളുടെ ഒരു സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി നിങ്ങളെ സ്കൂള് തിരഞ്ഞെടുക്കുകയും അവിടെ അത് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ അതോറിറ്റീസ് തീരുമാനിക്കുകയും ചെയ്തു. അവരപ്പോൾ എന്ത് ചെയ്യും, അവരവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ആ ഒരു വലിയ ടാസ്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി അവരവിടെ എന്ത് ഫോം ചെയ്യാറുണ്ട്, ഫോംസ് ഡിഫറൻറ്റ് കമ്മിറ്റീസ്, പല കമ്മിറ്റികൾ ഫോം ചെയ്യാറുണ്ട്. അപ്പോഴേ അതിനകത്ത് വരുന്ന കമ്മിറ്റികളെന്ന് പറയുന്നത് പ്രോഗ്രാം കമ്മിറ്റിയുണ്ട്, ഫിനാൻസ് കമ്മിറ്റിയുണ്ട്, പബ്ലിസിറ്റി കമ്മിറ്റിയുണ്ട്, ഫുഡ് കമ്മിറ്റി, ഡിസിപ്ലിൻ കമ്മിറ്റി, ഇങ്ങനെ പലതരത്തിലുള്ള കമ്മിറ്റികൾ ഫോം ചെയ്തിട്ട് അതിനൊക്കെ ഓരോരോ ഹെഡും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യും, ഓരോ കമ്മിറ്റിയിലും അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഓരോ കമ്മിറ്റിക്കും എന്തുണ്ട്, ഓരോരോ ടാസ്കുകളുണ്ട്. ഇപ്പം പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ടാസ്ക് എന്തെന്ന് വെച്ചാൽ ആ പ്രോഗ്രാം അവിടെ വെച്ച് നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ടാസ്ക്. ഇതുപോലെ ഫിനാൻസ് കമ്മിറ്റിയുടെ ടാസ്ക് എന്തെന്ന് വെച്ചാൽ ആ പ്രോഗ്രാം നല്ല രീതിയിൽ നടത്തുന്നതിനാവശ്യമായ സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളതാണ് ആരുടെ ടാസ്ക്, ഫിനാൻസ് കമ്മിറ്റിയുടെ ടാസ്ക്. ഫുഡ് കമ്മിറ്റിയുടെ ടാസ്ക് എന്തെന്ന് വെച്ചാൽ അവർക്ക് അവിടെ വരുന്ന പാർട്ടിസിപ്പൻസിനും അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടീച്ചേഴ്സിനും പാരൻസിനുമൊക്കെ ആവശ്യമായിട്ടുള്ള ഫുഡ് സപ്ലൈ ചെയ്ത് കൊടുക്കുക, ആ ദിവസങ്ങളിൽ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ടാസ്ക്, ഫുഡ് കമ്മിറ്റിയുടെ ടാസ്ക്. അതുപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റിയുണ്ട്. പ്രോഗ്രാം കമ്മിറ്റിയുടെ ടാസ്ക് എന്താണ്, ആ ഒരു പ്രോഗ്രാം എത്ര ദിവസമാണോ ആ ദിവസങ്ങളിലെല്ലാം കൃത്യമായി ചാർട്ട് ചെയ്ത് ഓരോ സ്റ്റേജസിനെയും അറേഞ്ച് ചെയ്ത് ആ സ്റ്റേജുകളെല്ലാം കൃത്യ സമയത്തിനുള്ളിൽ സമയബന്ധിതമായി ആ ഒരു പരിപാടി നടത്തി തീർക്കുക എന്നുള്ളതാണ് ആരുടെ ടാസ്ക്, പ്രോഗ്രാം കമ്മിറ്റിയുടെ ടാസ്ക്. അതുപോലെ തന്നെ ഡിസിപ്ലിൻ കമ്മിറ്റിയുണ്ട്. എന്താണ്, ആ ഒരു പ്രോഗ്രാമിനും ആവശ്യമായിട്ടുള്ള ഡിസിപ്ലിൻ, അതായത് ആ സ്റ്റേജിൻ്റെ ആയാലും അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തൊക്കെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ടാസ്ക്, ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ ടാസ്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം 5 കമ്മിറ്റികൾ പറഞ്ഞു. ഫിനാൻസ് കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, പബ്ലിസിറ്റി കമ്മിറ്റി, ഡിസിപ്ലിൻ കമ്മിറ്റി. അപ്പോൾ ഈ 5 പേരും ചെയ്ത് അവരവരുടെ ടാസ്കുകൾ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് കൃത്യമായി ചെയ്ത് തീർക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ പറഞ്ഞൊരു വലിയ ടാസ്ക്കായ ആ സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ആ ടാസ്ക് അവിടെ എന്താവും, സോൾവ് ആവും. അപ്പോൾ അവിടെ അത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു കമ്മിറ്റീസ് എന്ത് ചെയ്തത്, ഫോം ചെയ്തത്. അപ്പോൾ അതുപോലെ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഗ്രാമിൻ്റെ സൈസ് അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ആ ടാസ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് ഒരു വലിയ ടാസ്ക് ആണ് എങ്കിൽ നമുക്കത് ഒരു പ്രോഗ്രാമായിട്ട് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ടാവും, ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കും.
അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യാൻ വേണ്ടി, ഓവർകം ചെയ്യുന്നതിന് വേണ്ടി, ആ ഒരു എന്താണ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അത്തരത്തിലുള്ള പ്രോബ്ലംസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ ചെറിയ ടാസ്കുകളാക്കിയതിന് ശേഷം ആ ഓരോ ടാസ്കും സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ എഴുതും. അങ്ങനെ ആ ഓരോ ടാസ്കും നമ്മൾ സോൾവ് ചെയ്ത് പ്രോഗ്രാം ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ആ മെയിൻ ടാസ്ക് എന്താവും, കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ ആ ടാസ്ക് സോൾവ് ആവും. ആ രീതിയിൽ സോൾവ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണെന്ത്, മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ ലാർജ് കോംപ്ലക്സ് പ്രോബ്ലം ഇൻറ്റു സ്മാൾ സബ് പ്രോബ്ലംസ്. ഒരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോബ്ലങ്ങളെ ചെറിയ ചെറിയ പ്രോബ്ലംസുകളായിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ആ ചെറിയ പ്രോബ്ലംസുകളെ പറയുന്ന പേരാണെന്ത്, സബ് പ്രോബ്ലംസ്. ആൻഡ് സോൾവിങ് ഈച്ച് സബ് പ്രോബ്ലം ബൈ റൈറ്റിംഗ് സെപ്പറേറ്റ് പ്രോഗ്രാം ഈസ് കാൾഡ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ആ ഓരോ സബ് പ്രോബ്ലംസിനെയും നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്യും. എങ്ങനെ, സെപ്പറേറ്റ് പ്രോഗ്രാമുകൾ എഴുതി സോൾവ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണെന്ത്, മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ സോൾവിങ് ഈച്ച് സബ് പ്രോബ്ലം ബൈ റൈറ്റിംഗ് സെപ്പറേറ്റ് പ്രോഗ്രാം ഈസ് കാൾഡ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ, പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ ലാർജ് കോംപ്ലക്സ് പ്രോബ്ലം ഇൻറ്റു സ്മാൾ സബ് പ്രോബ്ലംസ് ആൻഡ് സോൾവിങ് ഈച്ച് സബ് പ്രോബ്ലം ബൈ റൈറ്റിംഗ് സെപ്പറേറ്റ് പ്രോഗ്രാം ഈസ് കാൾഡ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഒരു വലിയ കോംപ്ലക്സ് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, ആ കോംപ്ലക്സ് പ്രോബ്ലത്തെ ചെറിയ ചെറിയ പ്രോബ്ലംസുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം ആ ഓരോ പ്രോബ്ലംസിനെയും നമ്മൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ ആ ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ എഴുതി ആ ഒരു കോംപ്ലക്സ് ടാസ്ക് സോൾവ് ചെയ്യുന്ന കൺസെപ്റ്റിനെ പറയുന്ന പേരാണെന്ത്, മോഡുലാർ പ്രോഗ്രാമിംഗ്. ആ കൺസെപ്റ്റിനെയാണെന്ന് പറയുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ പ്രോബ്ലം എന്താ പറയും, ബ്രേക്കിംഗ് ഓഫ് ലാർജ് കോംപ്ലക്സ് പ്രോബ്ലം ഇൻറ്റു സ്മാൾ സബ് പ്രോബ്ലംസ് ആൻഡ് സോൾവിങ് ഈച്ച് സബ് പ്രോബ്ലം ബൈ റൈറ്റിംഗ് സെപ്പറേറ്റ് പ്രോഗ്രാം ഈസ് കാൾഡ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുന്ന ആ ഓരോ സബ് പ്രോബ്ലംസിനെയും പറയുന്ന പേരെന്താണ്, മൊഡ്യൂൾസ് എന്ന് പറയും. അപ്പോൾ ഈച്ച് സബ് പ്രോബ്ലംസ് ആർ കാൾഡ് മൊഡ്യൂൾസ്. ഓരോ സബ് പ്രോബ്ലംസിനെയും നമ്മൾ എന്തെന്ന് പറയും, മൊഡ്യൂൾസ് എന്ന് പറയും. ആൻഡ് ദി പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ ലാർജ് കോംപ്ലക്സ് പ്രോബ്ലം ഇൻറ്റു മൊഡ്യൂൾസ്. അപ്പോൾ ആ ഒരു വലിയ കോംപ്ലക്സ് പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്തു, ചെറിയ ചെറിയ സബ് പ്രോബ്ലംസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേര് മോഡുലറൈസേഷൻ എന്നാണ്. എന്തെന്ന് പറയും, മോഡുലറൈസേഷൻ. അപ്പം ആ ഒരു വലിയ ടാസ്കിനെ നമ്മൾ ചെറിയ ടാസ്കുകളായിട്ട് ബ്രേക്ക് ചെയ്യുന്ന ആ പ്രോസസ്സാണെന്ത്, മോഡുലറൈസേഷനും. ആ ഓരോ പോർഷനെയും പറയുന്ന പേരെന്തെന്ന് പറയും, മൊഡ്യൂൾസ് എന്നും പറയും. ഇങ്ങനെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കൺസെപ്റ്റിനെ പറയുന്ന പേരാണെന്ത്, മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനാണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ വാട്ട് ഈസ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് ചോദിച്ചാൽ എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്? പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ ലാർജ് കോംപ്ലക്സ് പ്രോബ്ലം ഇൻറ്റു സ്മാൾ സബ് പ്രോബ്ലംസ് ആൻഡ് സോൾവിങ് ഈച്ച് സബ് പ്രോബ്ലം by writing separate program is called modular programming. Each sub problems are called modules. The process of breaking large problem into small sub problem, അല്ലെങ്കിൽ the process of breaking large problem into modules is known as, അല്ലെങ്കിൽ is called modularization. അതിനെ പറയുന്ന പേരാണെന്ത്, മോഡുലറൈസേഷൻ എന്ന് പറയും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. നമ്മളിങ്ങനെ സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ നമ്മളെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അറിയിപ്പ് നമുക്കുണ്ടായപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടി. അപ്പോൾ ആ മീറ്റിംഗ് എന്ന് പറയുന്ന വിളിച്ച് കൂട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ മീറ്റിങ്ങിൽ വെച്ചാണ് നമ്മൾ ഡിഫറൻറ്റ് കമ്മിറ്റീസ് ഫോം ചെയ്തതും ആ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തതും ഡിവൈഡ് ചെയ്ത് കൊടുത്തതും. അപ്പോൾ അങ്ങനെ ആ കമ്മിറ്റീസ് ഫോം ചെയ്ത് അതിലേക്കുള്ള ആൾക്കാരെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, മോഡുലറൈസേഷൻ. ആ ഓരോ കമ്മിറ്റിയും പറയുന്ന പേരാണെന്ത്, മൊഡ്യൂൾസ്.
ഇനി ഈ കമ്മിറ്റികളെല്ലാം ചേർന്ന് ഈ ഒരു സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഈ ഒരു ടാസ്ക് സോൾവ് ചെയ്യുന്ന ആ കൺസെപ്റ്റിനെ പറയുന്ന പേരാണെന്ത്? മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇതാണെന്ത്? മോഡുലാർ പ്രോഗ്രാമിംഗ്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയൽ ലൈഫിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്തായാലും നിങ്ങളിപ്പോൾ ഒരു എന്തെടുത്താലും എന്തൊരു ടാസ്ക്, ഒരു കോംപ്ലക്സ് ടാസ്ക് എടുത്താലും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന അതിനെ എന്തെന്ന് പറയാം? മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയാം. അങ്ങനെ ഒരുപാട് റിയൽ ലൈഫ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മോഡുലാർ പ്രോഗ്രാമിങ്ങിന് എക്സാമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങൾ ഓരോരോ എക്സാമ്പിൾ, ഇതല്ലാതെ പറ്റിയ ചില എക്സാമ്പിളുകൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണെന്ത്? മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചോളാം. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്? പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ ലാർജ് കോംപ്ലക്സ് പ്രോബ്ലം ഇൻറ്റു സ്മാൾ സബ് പ്രോബ്ലംസ് ആൻഡ് സോൾവിങ് each subproblem by writing separate program is called modular programming. Each subproblems are called modules. The process of breaking large problem into small subproblem is called modularization എന്ന് പറയും. മോഡുലറൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഇതാണെന്ത്? മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നടപ്പിലാക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ചില അഡ്വാൻറ്റേജസ് ഓർ ചില മെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്? മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ അതിനകത്ത് 4 മെറിറ്റ്സ് ആണ് നമുക്കുള്ളത്, 4 അഡ്വാൻറ്റേജ് ആണുള്ളത്. അപ്പോൾ ആ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ എന്ത് കുറയ്ക്കും? സൈസിനെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. നമുക്ക് തന്നെ അറിയാം, നമ്മൾ പറഞ്ഞു വലിയൊരു പ്രോഗ്രാമായിരിക്കും, വലിയൊരു ടാസ്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി എഴുതുന്ന പ്രോഗ്രാമുകളെല്ലാം എന്തായിരിക്കും? വലിയ പ്രോഗ്രാമായിരിക്കും. അപ്പോൾ പ്രോഗ്രാമിൻ്റെ വലിപ്പം കൂടും. ആ ഒരു ടാസ്ക് സിംഗിളായിട്ട്, അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യാതെ നമ്മളൊരു സിംഗിൾ ടാസ്ക്കായിട്ട് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എഴുതുന്ന പ്രോഗ്രാമിൻ്റെ വലിപ്പം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോഴിവിടെ നമ്മൾ എന്താക്കുമ്പോഴത്തേക്ക് അതിനെ മൊഡ്യൂൾസുകളാക്കി മോഡുലാർ പ്രോഗ്രാമിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്തെടുക്കുമ്പോൾ, സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ പറഞ്ഞു ഓരോ ടാസ്കുകൾക്കും വേണ്ടി ഓരോരോ പ്രോഗ്രാമുകളാണ് എഴുതുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ സൈസ് അവിടെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യപ്പെടും. അത് തന്നെയാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ്. റെഡ്യൂസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാമിൻ്റെ സൈസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്? റെഡ്യൂസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാമിൻ്റെ സൈസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യപ്പെടും. രണ്ടാമത്തെ എന്താണ്? നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ ഒരു കാര്യം നമ്മളൊരു വലിയ ടാസ്ക് നമ്മൾ ആ രീതിയിൽ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ടാവാനുള്ള സാധ്യത? എറേഴ്സ് എന്ന് വെച്ചാൽ അറിയാലോ, തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ നമ്മളതിനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവില്ല? അവിടെ നമുക്ക് തെറ്റുണ്ടാവാനുള്ള സാധ്യത എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ ടാസ്കുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ടാസ്കുകളാക്കി മാറ്റുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ടാവും? അവിടെ ഈ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത, അതായത് തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് പ്രോഗ്രാമിൻ്റെ സൈസ് അവിടെ എന്ത് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ആവുന്നതോടുകൂടി തന്നെ ആവുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള എറേഴ്സിൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ്. ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. എറർ ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്? കുറവാണ്. എറേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 3 ടൈപ്പ് എറേഴ്സാണ് ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകാറുള്ളത്. ഏതൊക്കെയാണ്? സിൻറ്റാക്സ് എറർ, ലോജിക്കൽ എറർ ആൻഡ് റൺ ടൈം എറർ. അപ്പോൾ ഈ 3 ടൈപ്പ് എറേഴ്സും ഉണ്ടാവാനുള്ള സാധ്യത ആര് കുറയ്ക്കും? ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യും? കുറയ്ക്കും. അത് തന്നെയാണ് രണ്ടാമത്തെ മെറിറ്റ്. ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. എറർ ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്? കുറവാണ്. ഇനി മൂന്നാമത്തെ എന്താണ്? നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ആ ഒരു കോംപ്ലക്സ് ടാസ്ക് ആയിരുന്നു. അപ്പോൾ ആ കോംപ്ലക്സ് ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റി എന്ത് ചെയ്യാൻ വേണ്ടി? റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ അപ്ലൈ ചെയ്തതല്ലേ. അപ്പോൾ അത് തന്നെയാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ് എന്ന് പറയുന്നത്. റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. എന്ത് റെഡ്യൂസ് ചെയ്യും? പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അപ്പം റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി എന്ത് ചെയ്യും?
റെഡ്യൂസ് ചെയ്യും. അതാണെന്ത് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. പ്രോഗ്രാം കോംപ്ലക്സിറ്റി എന്ത് ചെയ്തും റെഡ്യൂസ് ചെയ്യപ്പെടും. ഇനി നാലാമത്തെ എന്താണ്, നമുക്ക് തന്നെ അറിയാം എന്താണ്, നമ്മളൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടൊരു പ്രോഗ്രാം എഴുതിയപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ സൈസ് കുറവാണ്, അതിൻ്റെ കോംപ്ലക്സിറ്റി കുറവാണ്, അതിനകത്തുള്ള എറേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണ്. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോഴത്തേക്ക് അത് യൂസർ ഫ്രണ്ട്ലിയാണ്, നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, നമുക്ക് അതിനകത്തുള്ള ഫങ്ഷൻസൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ നമ്മളത് പറയും, എന്തെന്ന് പറയും, അത് യൂസർ ഫ്രണ്ട്ലി ആണെന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിന്നെയും ആ ഒരു മൊബൈൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ആ സെറ്റ്, പഴയ സെറ്റ് മാറ്റി പുതിയൊരു സെറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ആൾറെഡി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ മൊബൈൽ ബ്രാൻഡിന് തന്നെയായിരിക്കും അല്ലേ. അതിൻ്റെ കാര്യം എന്താണ്, അവിടുത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോംപ്ലക്സിറ്റി കുറവായതുകൊണ്ടും അത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ പ്രോഗ്രാമിൻ്റെ സൈസ് കുറവാണ്, അതിൻ്റെ കോംപ്ലക്സിറ്റി കുറവാണ്, എറർ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമുകൾ റീയൂസിങ് എന്ന് പറയുന്ന അവിടെ എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. അതാണ് നാലാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത്. എന്താണ്, ഇംപ്രൂവ് റീയൂസബിലിറ്റി. ഒരു തവണ നമ്മളൊരു ടാസ്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ആ അതുപോലൊരു മൊഡ്യൂൾ വേറൊരു സ്ഥലത്ത് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോഗ്രാം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്, റെഡ്യൂസ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഇംപ്രൂവ് റീയൂസബിലിറ്റി. എന്ത് കൂട്ടുന്നു, റീയൂസബിലിറ്റി. അതായത് വീണ്ടും ഉപയോഗിക്കുന്നതിൻ്റെ ഉപയോഗിക്കുക എന്നുള്ള കഴിവ് എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. അപ്പോൾ ഇതാണ് മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എന്തൊക്കെയായിരുന്നു, ഒന്ന് റെഡ്യൂസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാമിൻ്റെ സൈസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. 2 ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. എന്തുണ്ടാവാനുള്ള സാധ്യത, എറർ ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്, കുറവാണ്. 3 റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. എന്ത് റെഡ്യൂസ് ചെയ്യും, പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. 4 ഇംപ്രൂവ് റീയൂസബിലിറ്റി. എന്ത് ഇംപ്രൂവ് ചെയ്യും, റീയൂസബിലിറ്റി എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. ഇതാണെന്ത് മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് ഡീമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഡീമെറിറ്റ്സ്. അപ്പോൾ ഈ അഡ്വാൻറ്റേജ് പോലെ തന്നെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതെന്താണ്, നമ്മൾ പറഞ്ഞു ഒരു വലിയ ടാസ്ക് ആണല്ലേ, ആ ഒരു വലിയ ടാസ്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എററൊന്നും ഉണ്ടാകാത്ത രീതിയിൽ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്തുകൊണ്ട്, റീയൂസബിലിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ട്, അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടാസ്ക് സോൾവ് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാം എഴുതണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം, ആ ടാസ്കിനെ നമ്മൾ ആ രീതിയിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ അങ്ങനെ പ്രോപ്പറായ രീതിയിൽ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ടാസ്കിനെ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്ത് നമ്മൾ ചെറിയ ടാസ്കുകളാക്കി മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. അതെന്താണ്, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അതാണെന്തെന്ന് പറയുന്നത്, അതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദി പ്രോബ്ലം. ആ പ്രോബ്ലത്തെ പ്രോപ്പറായ രീതിയിൽ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. അതെന്താണ്, ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദി ഡീമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇതാണ് ഡീമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ ഡീമെറിറ്റ്സ്. അപ്പോൾ ഇതാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ്, 3 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കും. 3 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, വാട്ട് ഈസ് മോഡുലാർ പ്രോഗ്രാമിംഗ് ആൻഡ് വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ വാട്ട് ഈസ് മോഡുലാർ പ്രോഗ്രാമിംഗ്, വാട്ട് ഈസ് ദി ഡീമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ, ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ ലാർജ് കോംപ്ലക്സ് പ്രോബ്ലം ഇൻറ്റു സ്മാൾ സബ് പ്രോബ്ലംസ് ആൻഡ് സോൾവിങ് ഈച്ച് സബ് പ്രോബ്ലംസ് ബൈ റൈറ്റിംഗ് സെപ്പറേറ്റ് പ്രോഗ്രാം ഈസ് കാൾഡ് modular programming. Each sub problems are called modules. Process of breaking a large complex problem into small sub problem is called modularization. അതിനെ പറയുന്ന പേരാണെന്ത്, modularization. പിന്നെ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു, റെഡ്യൂസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാമിൻ്റെ സൈസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും.
ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്, എറർ ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്, കുറവാണ്. പിന്നെ മൂന്നാമത് എന്തായിരുന്നു, റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി, എന്ത് റെഡ്യൂസ് ചെയ്യും, പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. 4 ഇംപ്രൂവ് റീയൂസബിലിറ്റി, എന്ത് കൂട്ടും, റീയൂസബിലിറ്റി എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. ഇതായിരുന്നു മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. പിന്നെന്തായിരുന്നു ഡീമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എന്തായിരുന്നു ഡീമെറിറ്റ്സ്, പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദി പ്രോബ്ലം ഈസ് എ ചലഞ്ചിങ് ടാസ്ക്, ആ പ്രോബ്ലത്തെ പ്രോപ്പറായ രീതിയിൽ ബ്രേക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ്. ഇതാണെന്ത്, ഡീമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അതാണെന്ത്, ഡീമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മളൊരു പ്രോഗ്രാമിൽ നടപ്പിലാക്കുന്നത് ആരുടെ സഹായത്തോടെയാണ്, ഈ ഫങ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് നടപ്പിലാക്കുന്നത്, ഈ പറയുന്ന മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മളെ C++ പ്രോഗ്രാമിനകത്ത് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചാണെന്ന് വെച്ചാൽ ദ മോഡുലാർ പ്രോഗ്രാമിംഗ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ഫങ്ഷൻ ഇൻ C++. അപ്പോൾ C++നകത്ത് ഫങ്ഷൻ എന്ന് പറയുന്നത് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡുലാർ പ്രോഗ്രാമിങ്ങിനെ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫങ്ഷൻ ഉപയോഗിച്ചാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പാഠത്തിനകത്ത് നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കുന്നത്, ഫങ്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള എന്താണ്, ഫങ്ഷൻ എന്നതാണ്. എന്താണ് ഫങ്ഷൻ എന്ന് വെച്ചാൽ, അപ്പോൾ ഫങ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്, ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു പ്രത്യേകം ഉണ്ടാവും, ഇറ്റ് ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതിന് പേരുണ്ടാകും. അപ്പോൾ പേരോട് കൂടിയ ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ്സ് എവിടെ ഉപയോഗിക്കുന്ന, ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടി, ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്, ഒരു സ്പെസിഫിക് ടാസ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, ആ കമ്മിറ്റിക്കൊക്കെ എന്തുണ്ട്, പേരുണ്ട്. അപ്പോൾ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ചേർന്നാണ് ഒരു കമ്മിറ്റി ആയത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, പ്രോഗ്രാം കമ്മിറ്റി. അപ്പോൾ പ്രോഗ്രാം കമ്മിറ്റിയിൽ 10 പേരുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഈ 10 പേരെയും കൂടി ചേർത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു നെയിമാണ് എന്ത്, പ്രോഗ്രാം കമ്മിറ്റി. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു സ്പെസിഫിക് ടാസ്ക് എന്ത് ചെയ്യാൻ വേണ്ടി, സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കാൾഡ് എന്ത്, നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കാൾഡ് ഫങ്ഷൻ. അപ്പോൾ ഫങ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന നെയിംഡ് യൂണിറ്റ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ നെയിംഡ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കാൾഡ് ഫങ്ഷൻ. അപ്പോൾ അതാണെന്തെന്ന് പറയുന്നത്, ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻ ചോദിച്ചാൽ എന്ത് പറയും, ഫങ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഫങ്ഷൻ എന്ന് പറയുന്നത്. ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്, എന്ത് പെർഫോം ചെയ്യാൻ വേണ്ടി, ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കാൾഡ് ഫങ്ഷൻ. അപ്പോൾ ഫങ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കാൾഡ് ഫങ്ഷൻ. അപ്പോൾ അതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. നമ്മളവിടെ ഒരു കൂട്ടം ആൾക്കാരെ ചേർത്ത് നമ്മളവിടെ അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടാസ്ക് പെർഫോം ചെയ്യുന്ന ആ ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക്, അതിനകത്തുള്ള ആൾക്കാരെയെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകളെന്ന് പറയാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം കൂടി ചേർത്ത് നമ്മൾ കൊടുത്ത നെയിമാണെന്ത്, പ്രോഗ്രാം കമ്മിറ്റി, അല്ലെങ്കിൽ ഫിനാൻസ് കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, ഡിസിപ്ലിൻ കമ്മിറ്റി, പബ്ലിസിറ്റിംഗ് കമ്മിറ്റി എന്നൊക്കെ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ C++നകത്ത് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ എന്ത് കൺസെപ്റ്റ് ഉപയോഗിച്ച്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാം എഴുതുന്ന ആ പ്രോഗ്രാമിൻ്റെ ഒരു ഒരു മൊഡ്യൂൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി എഴുതുന്നൊരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിനകത്ത് നമുക്കറിയാം, പ്രോഗ്രാം ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ആ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം കൂടി നമ്മൾ എന്തുപയോഗിച്ച്, ഒരു നെയിം ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിന് പേരോട് കൂടിയ ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്നെ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന
പേരോട് കൂടിയ ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ്. ഇതിന് വേണ്ടിയിട്ട് പെർഫോം എ സ്പെസിഫിക് ടാസ്ക്, ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെ പറയുന്ന പേരാണെന്ത്? ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഈസ് എ നെയ്മഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അപ്പോൾ C++-നകത്ത് ഫങ്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. 2 ടൈപ്പ് ഫങ്ഷൻസുകളാണ് C++-നകത്ത് ഉള്ളത്. എന്തൊക്കെയാണ് ആ ഫങ്ഷൻസ്? ഒന്നാമത്തെ ഫങ്ഷൻസിൻ്റെ പേര് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷൻ്റെ പേരാണെന്ത്? പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. രണ്ടാമത്തെ ഫങ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അപ്പോൾ ഫങ്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. അപ്പോൾ ഇൻ C++ ഫങ്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. ഏതൊക്കെയാണ്? പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. രണ്ടാമത്തത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. സെക്കൻഡ് വൺ എന്താണ്? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അപ്പോൾ ഇങ്ങനെ ഫങ്ഷൻസിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോണത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. എന്താണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ? ദി ഫങ്ഷൻസ് ദാറ്റ് ആർ ഓൾറെഡി റിട്ടൺ, ഡീബഗ്ഡ് ആൻഡ് കമ്പൈൽഡ്. അപ്പം നേരത്തെ തന്നെ എഴുതി അതിൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി കമ്പൈൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ദെയർ ഡെഫിനിഷൻസ് ആർ ഗ്രൂപ്പ്ഡ്. എന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻ, ആ ഫങ്ഷൻ ഡെഫിനിഷനൊക്കെ എന്ത് ചെയ്തു? ഗ്രൂപ്പ് ചെയ്തു. ആൻഡ് സ്റ്റോർഡ് ഇൻ വേരിയസ് ഹെഡർ ഫയൽസ് ഇൻ C++ ലൈബ്രറി. അപ്പോൾ C++ ലൈബ്രറിക്കകത്ത് ഉപയോഗിക്കുന്ന വേരിയസ് ഹെഡർ ഫയൽസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾറെഡി റിട്ടൺ, ഡീബഗ്ഡ് ആൻഡ് കമ്പൈൽഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ്. അപ്പം നേരത്തെ തന്നെ എഴുതി ഡീബഗ് ചെയ്ത് കമ്പൈൽ ചെയ്ത് അതിൻ്റെ ഡെഫിനിഷൻസ് എല്ലാം ഗ്രൂപ്പ് ചെയ്ത് വേരിയസ് ഹെഡർ ഫയൽസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫങ്ഷൻസിനെ പറയുന്ന പേരാണെന്ത്? പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. പ്രീ ഡിഫൈൻഡ് ബിൽറ്റ് ഇൻ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു? നമ്മൾ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു. ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് ഓർ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ്. അപ്പം എന്തായിരുന്നു അത്? നമ്മളെ C++-നകത്ത് ആൾറെഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ആ ഡെഫിനേഷൻസൊക്കെ ഹെഡർ ഫയൽസിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡേറ്റ ടൈപ്പുകളാണ് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് ഓർ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ്. അതുപോലെ തന്നെ നമ്മുടെ C++-നകത്ത് നമുക്ക് ചില ഫങ്ഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ്റെ ഡെഫിനേഷൻസൊക്കെ എവിടെ സ്റ്റോർ ചെയ്തിരിക്കും? ഒരു ഹെഡർ ഫയലിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഫങ്ഷൻസിനെ പറയുന്ന പേരാണെന്ത്? പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്, ആൾസോ നോൺ ആസ് built in functions or ready to use functions. built in functions or ready to use functions. അപ്പം predefined functions are also known as built in functions or ready to use functions. built in function എന്നോ ready to use function എന്നോ എന്തിനെ തിരിച്ചിട്ടുണ്ട്? predefined functionsനെ എന്ത് ചെയ്യും? ആൾസോ നോൺ ആസ്. അപ്പോൾ അതിന് വേറെ പേരാണെന്ത്? built in functions or ready to use. ready to use എന്ന് വെച്ചാൽ എന്താണ്? റെഡി ടു യൂസ്, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും അറിയണ്ട. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അത് ഏത് ഹെഡർ ഫയലിനകത്താണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഹെഡർ ഫയൽ നമ്മളെ പ്രോഗ്രാമിനകത്ത് ഉൾപ്പെടുത്തുക. ആ ഫങ്ഷൻ നമ്മളെ പ്രോഗ്രാമിനകത്ത് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അതിൻ്റെ ഡെഫിനിഷൻസും അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ആർക്കറിയാം? ആ C++ കമ്പൈലറിന് എന്ത് ചെയ്യാം? അറിയാം. കാര്യം എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻസ് എവിടെ ഇരിപ്പുണ്ട്? ആ ഹെഡർ ഫയലിനകത്ത് ഇരിപ്പുണ്ട്. ആ ഫങ്ഷൻ്റെ പർപ്പസ് വരുമ്പോൾ അതിനെന്താണോ അത് ടാസ്ക് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആ സമയത്ത് ആ ഹെഡർ ഫയലിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും. കമ്പൈലർ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട. കാര്യം എന്താ? നമ്മൾ ജസ്റ്റ് ആ ഫങ്ഷൻ എവിടെയാണോ യൂസ് ചെയ്യേണ്ടത് ആ പ്രോപ്പറായ രീതിയിൽ ആ ഫങ്ഷൻ എന്ത് ചെയ്താൽ മതി? യൂസ് ചെയ്യുക. ആ ഫങ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അത് ഏത് ഹെഡർ ഫയലിനകത്താണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഹെഡർ ഫയലിനകത്ത് അത് എന്ത് ചെയ്യുക? ആ ഹെഡർ ഫയൽ കൂടി നമ്മളെ പ്രോഗ്രാമിനകത്ത് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഉൾപ്പെടുത്തുക. ഇത്ര മാത്രമേ നമുക്കുള്ളൂ ടാസ്ക്. ബാക്കിയൊന്നും നമ്മൾ അറിയേണ്ട. ബാക്കിയെല്ലാം ആരും ചെയ്തോളും? കമ്പൈലർ ചെയ്തോളും. അങ്ങനെ ആൾറെഡി റിട്ടൺ, ഡീബഗ്ഡ് ആൻഡ് കമ്പൈൽഡ് and their definitions are grouped and stored in header files are known as predefined functions, and it is also known as built-in functions or ready to use functions. built-in functions or
റെഡി ടു യൂസ് ഫങ്ഷൻസ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ സ്ട്രിങ് ഹാൻഡിലിംഗ് യൂസിങ് അറേസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, നമ്മളൊരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സീൻ ഓർ എന്ത് ഓപ്പറേറ്റർ, ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ആണ് എങ്കിൽ, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ആണ് എങ്കിൽ ഇറ്റ് ഡസ് നോട്ട് അക്സെപ്റ്റ് എ സ്ട്രിങ് വിത്ത് വൈറ്റ് സ്പേസസ്. എന്തുള്ള സ്ട്രിങ്ങിനെ, വൈറ്റ് സ്പേസ് ഉള്ള സ്ട്രിങ്ങിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വൈറ്റ് സ്പേസ് ഉള്ള സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സീൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ ആ സ്ട്രിങ്ങിനകത്ത് വൈറ്റ് സ്പേസ് ഉണ്ട് എങ്കിൽ ആ വൈറ്റ് സ്പേസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗം മാത്രമായിരിക്കും അതെന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നതെന്നും അത് മാത്രമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സച്ചിൻ മാത്രമേ വരൂ എന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്തുപയോഗിച്ചാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ, സീൻ എന്ന് പറയുന്ന നമ്മുടെ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് പ്രോഗ്രാമിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു, സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ച്, ഗെറ്റ്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു, ഗെറ്റ്സ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഈ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയൽ ഏതാണ്, cstdio എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് ഏത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഈ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, stdio.h എന്ന് പറയാം, stdio.h. അപ്പോൾ cstdio എന്നോ അല്ലെങ്കിൽ stdio.h എന്നോ ഹെഡർ ഫയലിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു പ്രോബ്ലത്തെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു, സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. കാര്യം എന്തായിരുന്നു, ഗെറ്റ്സ് ഫംഗ്ഷൻ ക്യാൻ അക്സെപ്റ്റ് എ സ്ട്രിങ് വിത്ത് വൈറ്റ് സ്പേസസ്. ഗെറ്റ് ഫംഗ്ഷന് ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്തുള്ള, വൈറ്റ് സ്പേസുകൾ ഉൾപ്പെടെ ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, ഗെറ്റ്സ് എന്ന ഫംഗ്ഷനുണ്ട്. ബട്ട് സീൻ ഓപ്പറേറ്റർ കനോട്ട് അക്സെപ്റ്റ് എ സ്ട്രിങ് വിത്ത് വൈറ്റ് സ്പേസസ്. സീൻ ഓപ്പറേറ്ററിന് ഒരിക്കലും വൈറ്റ് സ്പേസ് ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ട്രിങ്ങിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അന്ന് പറഞ്ഞായിരുന്നു ആ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ഹെഡർ ഫയൽ എന്ന് പറയുന്നതാണ് cstdio. അപ്പോൾ നമ്മൾ ഈ ഹെഡർ ഫയൽ ഉപയോഗിക്കുകയും അവിടെ ആ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതെന്താണ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെ ചെയ്യണമെന്നും ഉള്ളതൊക്കെ ആർക്കറിയാം, C++ കമ്പൈലറിന് വ്യക്തമായിട്ടറിയാം. കാര്യം അതിൻ്റെ ഡെഫിനിഷൻ എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഈ cstdio എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ വരുന്ന സമയത്ത് ആ ഫംഗ്ഷൻ്റെ ടാസ്ക് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്ത് ആ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഡെഫിനേഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യും, കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട. അപ്പോൾ ആ ഫംഗ്ഷനെ നമുക്ക് എന്ത് ഫംഗ്ഷൻ എന്ന് പറയാം, ഇറ്റ് ഈസ് എ റെഡി ടു യൂസ് ഫംഗ്ഷൻ. റെഡി ആയിട്ടിരിക്കുകയാണ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷനെ നമുക്ക് എന്തെന്ന് പറയാം, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഓർ എന്ത് ഫംഗ്ഷൻസ് എന്ന് പറയാം, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഗെറ്റ്സ് അതിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിന് എക്സാമ്പിളാണ്. strlen എന്ന് പറയുന്ന നമ്മളിനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന സ്ട്രിങ് ഹാൻഡിലിംഗ് ഫംഗ്ഷൻ ഉണ്ട്. അതൊക്കെ ഏതിന് എക്സാമ്പിളാണ്, ഈ പറയുന്ന പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന് എന്താണ്, എക്സാമ്പിളാണ്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആർ ഫംഗ്ഷൻസ് ദാറ്റ് ആർ ഓൾറെഡി written, debugged and compiled. Their definitions are grouped and stored in various header files. It is also known as built-in functions or ready-to-use function. Example, gets, puts, strlen, etc. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ റെഡി ടു യൂസ് ഫംഗ്ഷൻ. എക്സാമ്പിൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ 10 രൂപ പഠിക്കും. അപ്പോൾ നിങ്ങൾ അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് എന്ത്, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ? ദി ഫംഗ്ഷൻസ് ദാറ്റ് ആർ ഡിഫൈൻഡ് ബൈ ദി യൂസർ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഈ പറഞ്ഞ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്, പക്ഷേ അതൊക്കെ ചില ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ നമുക്ക് നമ്മളുടേതായ ഒരു ടാസ്ക് പെർഫോം ചെയ്യണം. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എവിടെ ഉണ്ടാവില്ല, ഈ പറയുന്ന C++നകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന അത്തരം ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണെന്ത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. അപ്പോൾ എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്? ഫംഗ്ഷൻസ് ദാറ്റ് ആർ റിട്ടൺ ബൈ ദി യൂസർ ടു പെർഫോം എ ടാസ്ക്, അല്ലെങ്കിൽ ക്യാരി എ ടാസ്ക്. ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ക്യാരി സം ടാസ്ക്, ഒരു ചില ടാസ്കുകൾ അല്ലെങ്കിൽ കുറച്ച് ഏതെങ്കിലുമൊക്കെ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ആരെഴുതുന്ന, യൂസർ എഴുതുന്ന അത്തരം ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണെന്ത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആർ written by the user
ടു പെർഫോം സം ടാസ്ക്, എന്തെങ്കിലും ടാസ്ക് ഒരു പ്രോഗ്രാമിനകത്ത് യൂസറിൻ്റേതായിട്ടുള്ള ടാസ്കുകൾ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസർ ഡിഫൈൻ ചെയ്യുന്ന അത്തരം ഫങ്ഷൻസിനെ പറയുന്ന പേരാണെന്ത്? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് എന്തായിട്ട് കരുതാം? ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനായിട്ട് കരുതാം. കാര്യം എന്താണ്? നമ്മളാണത് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ ആ മെയിൻ എന്ന ഫംഗ്ഷൻ എഴുതിയിട്ട് അതിനകത്ത് പെർഫോം ചെയ്യേണ്ട ടാസ്കിന് വേണ്ടിയുള്ള പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എഴുതുന്നത് നമ്മളാണ്. നമ്മൾ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ ഓർമ്മയില്ലേ, നമ്മൾ മെയിൻ എന്ന ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മൾ കേർലി ബ്രേസ് ഓപ്പൺ ആക്കും. അതിനകത്ത് നമ്മൾ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളോ ടാസ്ക് പെർഫോം ചെയ്യുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എഴുതും. അവസാനം ആ പ്രോഗ്രാം തീരുമ്പോഴത്തേക്ക് ആ മെയിൻ എന്ന കേർലി ബ്രേസ് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. അപ്പോൾ ആ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആരാണ്? യൂസറാണ്. ആ ഒരു സെൻസിൽ നമുക്ക് ഏതിനെയും മെയിനിനെ എന്തായിട്ട് കരുതാം? ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനായിട്ട് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. അപ്പോൾ എക്സാമ്പിൾ ചോദിച്ചാൽ എന്താണ്? മെയിനാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു പ്രോഗ്രാം C++ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഇൻ മെയിൻ ആൻഡ് എൻഡ് വിത്തിൻ മെയിൻ. സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനകത്താണ്, എൻഡ് ചെയ്യുന്നത് മെയിനകത്താണ്. അപ്പം അതാണെന്ത്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. എക്സാമ്പിൾ മെയിൻ. അപ്പോൾ ഇതാണെന്ത്? രണ്ട് ടൈപ്പ് ഫംഗ്ഷൻ, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും. ഇനി എന്താണ്? അടുത്തൊരു ടോപ്പിക് കൂടെ ഉണ്ട്. അതാണ് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റർ. എന്താണ് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ? ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷനകത്ത് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടി വരും? ചില ഡേറ്റകൾ ഉപയോഗിക്കാനായിട്ട് വരും. അപ്പോൾ ആ ഡേറ്റ റിക്വയർ ഫോർ പെർഫോമിങ് ദി ടാസ്ക്. അപ്പോൾ ആ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫംഗ്ഷനകത്ത് ഉപയോഗിക്കുന്ന അത്തരം ഡേറ്റാസിനെ പറയുന്ന പേരാണെന്ത്? ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റർ എന്ന് പറയും. അത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ദേ ആർ പ്രൊവൈഡഡ് വിത്തിൻ ദി പെയർ ഓഫ് പാരാന്തസിസ്. ഒരു കൂട്ടം പാരാന്തസിസിനകത്താണ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫ് ദി ഫംഗ്ഷൻ നെയിം. അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് കഴിഞ്ഞിട്ട് ഒരു കൂട്ടം ഒരു പെയർ പാരാന്തസിസിനകത്ത് നമ്മൾ കുറച്ച് ഡേറ്റാസ് എന്ത് ചെയ്യാറുണ്ട്? സ്പെസിഫൈ ചെയ്യാറുണ്ട്. ടു പെർഫോമിങ് ദി ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡേറ്റകൾ എന്ത് ചെയ്യും? നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഡേറ്റാസിനെ പറയുന്ന പേരാണെന്ത്? ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് എന്ന് പറയും. അത് ഓർത്തോളാം, ഓർത്തോളാം. ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് വെച്ചാൽ എന്താണ്? ഡേറ്റ റിക്വയർ ഫോർ പെർഫോമിങ് ദി ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഡേറ്റയെ പറയുന്ന പേരാണെന്ത്? ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. ദേ ആർ പ്രൊവൈഡഡ് വിത്തിൻ ദി പെയർ ഓഫ് പാരാന്തസിസ് ഓഫ് ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷൻ നെയിം കഴിഞ്ഞ് വരുന്ന പാരാന്തസിസിനകത്ത് ഈ ഡേറ്റകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കും? പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിനെ പറയുന്ന പേരാണെന്ത്? ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇനി ഈ ചില ഫങ്ഷൻസുകൾ എന്ത് ചെയ്തിട്ട് ടാസ്ക് പെർഫോം ചെയ്തതിന് ശേഷം ആഫ്റ്റർ പെർഫോമിങ് ദി ടാസ്ക് ഇറ്റ് ഗീവ് സം റിസൾട്ട്. അതെന്ത് തരാറുണ്ട്? ചില റിസൾട്ടുകൾ തരാറുണ്ട്. അങ്ങനെ ഒരു ഫംഗ്ഷൻ തരുന്ന അത്തരം റിസൾട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് റിട്ടേൺ വാല്യൂ. എന്ത് വാല്യൂ എന്ന് പറയും? റിട്ടേൺ വാല്യൂ എന്ന് പറയും. അപ്പോൾ ദ വാല്യൂ റിട്ടേൺ അല്ലെങ്കിൽ ദ റിസൾട്ട് റിട്ടേൺ ബൈ എ ഫംഗ്ഷൻ ഈസ് കാൾഡ് റിട്ടേൺ വാല്യൂ. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്ത് തരുന്ന, തിരിച്ചു തരുന്ന ആ വാല്യൂവിനെ പറയുന്ന പേരാണെന്ത്? റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. എല്ലാ ഫംഗ്ഷനും എന്ത് ചെയ്യാറില്ല? വാല്യൂസ് റിട്ടേൺ ചെയ്യാറില്ല. പക്ഷേ ഒരു ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് റിട്ടേൺ ഓൺലി വൺ വാല്യൂ. എപ്പോഴും ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് തരുന്ന വാല്യൂ എത്ര എണ്ണമായിരിക്കും? ഒരൊറ്റ വാല്യൂ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? റിട്ടേൺ ചെയ്ത് തരാറുള്ളൂ. പക്ഷേ ചില ഫംഗ്ഷൻസ് എന്ത് ചെയ്യാറില്ല? വാല്യൂസ് റിട്ടേൺ ചെയ്യാറില്ല. പക്ഷേ റിട്ടേൺ ചെയ്യുകയാണ് എങ്കിൽ അത് റിട്ടേൺ ഓൺലി വൺ വാല്യൂ. എത്ര വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യാറുള്ളൂ? ഒരു വാല്യൂ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? റിട്ടേൺ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണെന്ത്? ഫംഗ്ഷനും പ്രീ ഡിഫൈൻഡ് യൂസർ ഡിഫൈൻഡും ആർഗ്യുമെൻറ്റ്സും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത് പഠിച്ച ടോപ്പിക്. എന്തൊക്കെയായിരുന്നു? ആദ്യം പറഞ്ഞെന്തായിരുന്നു? മോഡുലാർ പ്രോഗ്രാമിംഗ് ആയിരുന്നു. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്? പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ ലാർജ് കോംപ്ലക്സ് പ്രോബ്ലം ഇൻറ്റു സ്മാൾ സബ് പ്രോബ്ലംസ് ആൻഡ് സോൾവിങ് ഈച്ച് സബ് പ്രോബ്ലം ബൈ റൈറ്റിംഗ് സെപ്പറേറ്റ് പ്രോഗ്രാം ഈസ് കാൾഡ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഈച്ച് സബ് പ്രോബ്ലം ഈസ് കാൾഡ് modules. Process of breaking a complex problem into modules is called modularization. അടുത്ത പഠിച്ചെന്തായിരുന്നു? മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എന്തൊക്കെയായിരുന്നു? റെഡ്യൂസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാം, ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്, റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി, ഇംപ്രൂവ് റീയൂസബിലിറ്റി. അടുത്തതെന്ന് പറയുന്നത് എന്തായിരുന്നു? ഡീമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എന്തായിരുന്നു ഡീമെറിറ്റ്സ്? പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് എ ടാസ്ക് അല്ലെങ്കിൽ പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദി പ്രോബ്ലം ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. അതായിരുന്നു എന്ത്? ഡീമെറിറ്റ്സ്. അടുത്ത നമ്മൾ പഠിച്ചെന്തായിരുന്നു? ഫംഗ്ഷൻ ആയിരുന്നു. എന്തായിരുന്നു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ? ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അപ്പം
ഏതിന് എക്സാമ്പിൾ? ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് എക്സാമ്പിളാണ് ഏത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. C++നകത്ത് എത്ര ടൈപ്പ് ഫംഗ്ഷൻ? 2 ടൈപ്പ് ഫംഗ്ഷൻ, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇതാണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. The functions that are already written, debugged and compiled, their definitions are grouped and stored in header files are called predefined function. It is also known as built-in functions or ready-to-use function. Example വെച്ചാൽ gets, puts, strlen, etc. ഇനി the functions that are defined by the user to perform a specific task is called user defined functions. അതിന് എക്സാമ്പിൾ വെച്ചാൽ ഏതാണ്? മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻസ്. പിന്നെ പറഞ്ഞെന്തായിരുന്നു? ഡേറ്റ റിക്വയർ ഫോർ പെർഫോമിങ് എ ടാസ്ക് ഈസ് കാൾഡ് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്തിൻ ദി പെയർ ഓഫ് പാരാന്തസിസ് ഓഫ് ഫംഗ്ഷൻ നെയിം. അപ്പോൾ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡേറ്റയെ പറയുന്ന പേരാണെന്ത്? ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റർ. അതെവിടെ കൊടുക്കും? പെയർ ഓഫ് പാരാന്തസിസിനകത്ത് കൊടുക്കും. ഫംഗ്ഷൻ നെയിം കഴിഞ്ഞ് വരുന്ന പെയർ ഓഫ് പാരാന്തസിസിനകത്ത് കൊടുക്കും. ഇനി ഒരു ഫംഗ്ഷൻ ടാസ്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് റിട്ടേൺ ചെയ്യാറുണ്ട്? ഇറ്റ് മേ ഗീവ് എ റിസൾട്ട്. അതെന്ത് തരാറുണ്ട്? റിസൾട്ട് തരാറുണ്ട്. ദ റിസൾട്ട് ഗിവൺ ബൈ എ ഫംഗ്ഷൻ ഈസ് നോൺ ആസ് റിട്ടേൺ വാല്യൂ. ഒരു ഫംഗ്ഷൻ തരുന്ന റിസൾട്ടിനെ പറയുന്ന പേരാണെന്ത്? റിട്ടേൺ വാല്യൂ. ഇനി ഒരു ഫംഗ്ഷൻ എത്ര വാല്യൂ റിട്ടേൺ ചെയ്യാം? എ ഫംഗ്ഷൻ ക്യാൻ റിട്ടേൺ ഓൺലി 1 വാല്യൂ. അപ്പോൾ ഒരു വാല്യൂ മാത്രമേ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യാറുള്ളൂ? മേ റിട്ടേൺ ഓൺലി 1 വാല്യൂ. ഒരു വാല്യൂ മാത്രമേ ചിലപ്പോൾ എന്ത് ചെയ്ത് തരാറുള്ളൂ? റിട്ടേൺ ചെയ്ത് തരാറുള്ളൂ. എന്നാൽ ചില ഫംഗ്ഷൻസുകൾ എന്ത് ചെയ്യാറില്ല? വാല്യൂസ് റിട്ടേൺ ചെയ്ത് തരാറില്ല. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫംഗ്ഷനും ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും കണ്ട് ഇതിൻ്റെ കണ്ടൻറ്റ് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്കിതിൻ്റെ ബാലൻസ് ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യാം? കാണാം.